പാപ്പനംകോട് തീപിടുത്തം കൊലപാതകമെന്ന സംശയത്തിൽ ഉറച്ചു പോലീസ്. മരിച്ച രണ്ടാമത്തെ വ്യക്തി ഓഫീസ് ജീവനക്കാരി വൈഷ്ണവയുടെ രണ്ടാം ഭർത്താവ് ബിനുകുമാറാണെന്ന് പോലീസ് സംശയിക്കുന്നു. ഇപ്പോൾ വിശദാംശങ്ങളുമായി സുലേഖയാണ് ചേരുന്നത്. പാപ്പനംകോട് ഇന്നലെ ഉച്ചയ്ക്കാണ് തീപിടുത്തം ഉണ്ടായത്. ആ തീപിടുത്തത്തിൽ രണ്ടുപേർ പൊള്ളലേറ്റ് മരിച്ചു എന്ന വിവരമാണ് എല്ലാവരിലേക്കും പിന്നീടെത്തിയത്. അത് കഴിഞ്ഞപ്പോൾ രാത്രിയോടുകൂടിയാണ് അത് ഒരു കൊലപാതകമാണെന്ന സംശയത്തിലേക്ക് പോലീസ് പോയത്. ആ അന്വേഷണം ഇപ്പോഴെങ്ങനെയാണ് പുരോഗമിക്കുന്നത് സുലേഖ? തീർച്ചയായും ശരത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്നലെ ഉച്ചയ്ക്ക് 1:30യോടെയാണ് പാപ്പനംകോട് ജംഗ്ഷനിലുള്ള ന്യൂ ഇന്ത്യ അഷുറൻസ് എന്ന് പറയുന്ന ഇൻഷുറൻസ് കമ്പനിയുടെ ഔട്ട്ലെറ്റിൽ തീപിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇവിടെ ഈ വൈകിട്ട് വരെ നാട്ടുകാരും പോലീസും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും ഒക്കെ തന്നെ ആദ്യഘട്ടത്തിൽ കരുതിയ ഒരു കാര്യം എന്ന് പറയുന്നത് സ്വാഭാവികമായും ഉണ്ടാകുന്ന ഷോർട്ട് സർക്യൂട്ട് ആണെന്നാണ്. കടയിലുണ്ടായ എ സിയിൽ നിന്നും ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാകുന്നു, എ സി പൊട്ടിത്തെറിച്ചുണ്ടാകുന്ന ഒരു അപകടം എന്ന നിലയ്ക്കാണ് ആദ്യഘട്ടത്തിൽ ഈ ഒരു അപകടത്തിന് അല്ലെങ്കിൽ ഈ ഒരു സംഭവത്തിനെ വിലയിരുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. പിന്നീടാണ് ഇത്തരത്തിൽ ഇതൊരു കൊലപാതകമാണോ എന്നുള്ള സംശയത്തിലേക്ക് കടക്കുന്നത്. അതിന് കാരണമായി തന്നെ ഫോറൻസിക് പരിശോധനയിൽ ഈ കത്തി വൈകിട്ടോടുകൂടി ഈ ഓഫീസിന്റെ ഔട്ട്ലെറ്റിൽ നിന്നും കണ്ടെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. കത്തി കണ്ടെത്തിയതോടുകൂടിയാണ് ഇത്തരത്തിൽ ഈ സംഭവം കൊലപാതകമാണോ എന്നുള്ളൊരു സംശയത്തിലേക്ക് പോലീസിനെ നയിച്ചിട്ടുള്ളത്. എന്തായാലും ഇപ്പോൾ പോലീസ് ഇത് കൊലപാതകമാണ് എന്നുള്ളൊരു ആ സംശയത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്നൊരു സമീപനമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് എന്നത് തന്നെയാണ്. അതായത് ഈ ബിനുകുമാർ എന്ന് പറയുന്ന വ്യക്തി ഓഫീസിലെ ജീവനക്കാരിയായ വൈഷ്ണവ 34 വയസ്സുകാരിയാണ്. ആ വൈഷ്ണവയെ ആദ്യം കുത്തിക്കൊലപ്പെടുത്തുന്നു. അതിനുശേഷം ബിനുകുമാർ ആത്മഹത്യ ചെയ്യുന്നു. മണ്ണെണ്ണയോ അല്ലെങ്കിൽ പെട്രോളോ ഉപയോഗിച്ച് ആത്മഹത്യ ചെയ്യുന്നു എന്ന തരത്തിലുള്ള ഒരു നിഗമനത്തിലാണ് പോലീസ് നിലവിലുള്ളത്. എന്തായാലും ഇപ്പോൾ രണ്ടുപേരുടെയും മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് വിധേയമാക്കും. അല്പസമയത്തിനകം തന്നെ ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ മെഡിക്കൽ കോളേജിൽ ആരംഭിക്കുമെന്നുള്ളത് തന്നെയാണ്. പക്ഷേ ഈ മരിച്ച രണ്ടാമത്തെ വ്യക്തി ബിനുകുമാർ ആണോ എന്നതിൽ ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല എന്നത് തന്നെയാണ്. അത് പുരുഷന്റെ ഒരു ശരീരം മാത്രമാണ് എന്നതാണ് നിലവിൽ ഉറപ്പിച്ചിട്ടുള്ള അല്ലെങ്കിൽ വ്യക്തത വന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഈ രണ്ടാമത്തെ വ്യക്തി ബിനുകുമാർ ആണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വ്യക്തിയാണോ എന്നതിൽ ഇപ്പോഴും ഒരു അവ്യക്തത തുടരുന്നുണ്ട്. അതിൽ വ്യക്തത വരണമെങ്കിൽ DNA പരിശോധനാ ഫലം വരേണ്ടതുണ്ട്. അതിനൊപ്പം തന്നെ ഈ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചും പോലീസിന്റെ അന്വേഷണം നടക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഈ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുന്ന സമയത്ത് ബിനുകുമാറിന്റെ സഹോദരനെയാണ് ഇത്തരത്തിൽ CCTV ദൃശ്യങ്ങൾ കാണിക്കുന്ന ഒരു സാഹചര്യമുള്ളത്. കാരണം ബിനുകുമാറിനെ ഈ പ്രദേശത്തുള്ളവർക്ക് ആർക്കും തന്നെ അറിയാത്തൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ബിനുകുമാറിന്റെ സഹോദരനെയാണ് ഇത്തരത്തിൽ ബിനുകുമാർ ആണോ, ബിനുകുമാർ ഏതെങ്കിലും സാഹചര്യത്തിൽ ഈ ഓഫീസിലേക്ക് വന്നിട്ടുണ്ടോ എന്നുള്ളൊരു കാര്യത്തിലൊക്കെയും ബിനുകുമാറിന്റെ സഹോദരനെയാണ് CCTV ദൃശ്യങ്ങൾ പോലീസ് കാണിച്ച് അതിൽ ഒരു വ്യക്തത വരുത്തുന്നത്. ഇത്തരത്തിൽ CCTV ദൃശ്യത്തിൽ ബിനുകുമാറാണ് ഈ ഓഫീസിലേക്ക് ആ സമയത്ത് കയറിപ്പോയിട്ടുണ്ട് എന്നതുണ്ടെങ്കിൽ ബിനുകുമാറിൻ്റെതാണ് ഈ മൃതദേഹം എന്ന് പോലീസ് ഉറപ്പിക്കും. അതിനൊപ്പം തന്നെ ഈ മരിച്ച വ്യക്തി ബിനുകുമാർ ആണ് എന്നതും പോലീസ് ഉറപ്പിക്കും. ഒപ്പം DNA സുലേഖയാണ് വിശദാംശങ്ങൾ ഇപ്പോൾ നൽകിയത്.